اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سابقوا إلى مغفرة من ربكم وجنة أرضها كأرض السماء والأرض أعدت للذين آمنوا بالله ورسوله. മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടുള്ള പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമുക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള ആയുസ് എന്നത്. ഈ ആയുസ്സിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ആയുസ്സിനെ എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ്. നമ്മൾ പലതിനെ കുറിച്ചും ചിന്തിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മളുടെ കുടുംബത്തെ കുറിച്ച്, നമ്മളുടെ മക്കളെ കുറിച്ച്, നമ്മളുടെ ജോലിയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുകയും അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യുകയും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ കുറവായി തോന്നാറുണ്ട്. തനിക്ക് കിട്ടിയ ആയുസ് തനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും മൊത്തത്തിൽ ആളുകൾ സമയം കാണുന്നില്ല എന്നതൊരു സത്യമാണ്. ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, മനുഷ്യരെ അല്ലാഹ് നിങ്ങളെ നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു കുട്ടിയായിട്ട് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെ നിങ്ങൾക്ക് നല്ല ശക്തിയുള്ള ആളുകളായി, യുവത്വമുള്ള ആളുകളായി നിങ്ങൾ മാറും. അങ്ങനെ നിൽക്കുമ്പോൾ ചില ആളുകൾ അങ്ങനെ നല്ല കഴിവുള്ള, നല്ല ശക്തിയുള്ള ആളുകളായി ഒക്കെ നിൽക്കുമ്പോൾ ചിലരങ്ങ് മരിച്ചു പോകും. എന്നാലോ എന്നാൽ നിങ്ങളിൽപ്പെട്ട കുറെ ആളുകളെ അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആയുസ്സുണ്ട് തരുന്നു. എങ്ങനെ? എല്ലാം അറിഞ്ഞിട്ടും അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആയുസ് നൽകുകയും ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ, വയസ്സാവുമ്പോ എല്ലാ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടിട്ട് ഒരു വിരിപ്പ് കിടന്നിട്ട് മരിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ഇടക്ക് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇത് ഖുർആൻ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് അല്ലാഹ് നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണ് ആയുസ് എന്നത്. ആ ഒരു ആയുസ്സിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു തീർത്തു എന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ ആയുസ് ഇപ്പം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക എന്നത്, ആസ്വദിക്കുക എന്നതിലേക്ക് മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറേയൊക്കെ തിരിച്ചറിവുകൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഉണ്ട്. ഒരു പുതു വർഷം വരുമ്പോൾ
അതിന്റെ ആഘോഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടു. ആളുകളൊക്കെ ആഘോഷമാണ്, പരിധി വിട്ട ആഘോഷങ്ങളാണ്. ആ ആഘോഷങ്ങൾ മനുഷ്യരെ നശിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണത്. ഇപ്പൊ കഴിഞ്ഞ 2025 വർഷം ആഘോഷിച്ചപ്പോ നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് ഏകദേശം 750 കോടി രൂപയുടെ മദ്യമാണ് ആളുകൾ കുടിച്ചു തീർത്തത്. ഒരു ന്യൂ ഇയർ ആഘോഷിച്ചാണ്, ഒറ്റ ദിവസം കൊണ്ട് കുടിച്ചു തീർത്ത കണക്കാണ്. ഇത് ഔദ്യോഗിക കണക്കാട്ടോ, ബാറുകളിൽ നിന്ന് കിട്ടിയ ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗികമായ കണക്ക് അതിലും കൂടുതലുണ്ടാവും. ഏത് 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്താണ് ഒരൊറ്റ ആഘോഷത്തിന് 750 കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർത്തത്. അത് കഴിഞ്ഞ വർഷം എടുത്തു നോക്കിയാൽ അതിനേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഇതിന് കുറവാണ്. അപ്പൊ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചും ആഘോഷങ്ങളും ഒക്കെ മനുഷ്യൻ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. എല്ലാ സദാചാര സീമകളും ലംഘിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ചിലർക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നവര് അനാവശ്യമായി, ചിലർക്ക് ചില രാജ്യങ്ങളിൽ പടക്കം എന്ന് കേൾക്കുമ്പോൾ ഓടി ഒളിക്കുന്ന പിഞ്ചു മക്കളെ നമ്മൾ കാണുന്നത് പലസ്തീനിൽ. അവർക്ക് പടക്കം എന്ന് എന്തെങ്കിലും ഒന്ന് പൊട്ടിയാൽ ഓടി വീടുകളിൽ ഒളിക്കുന്ന കുട്ടികൾ. നമ്മളാണെങ്കിലും പടക്കം പൊട്ടിച്ചിട്ടും തീ വെച്ചും ആഘോഷിക്കും. ഇങ്ങനെ മനുഷ്യന്മാര് ഇങ്ങനെ അവരുടെ ആഘോഷങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ ഒരു സദാചാരങ്ങളിൽ നിന്ന് ബഹുദൂരം അകലുകയാണ്. ഇങ്ങനെ കുറെ മനുഷ്യന്മാർ അങ്ങനെ അകലുമ്പോ കുറെയൊക്കെ ചിന്തകളും മനുഷ്യന്മാരിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന, ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞിട്ടുള്ള സദാചാരങ്ങളും മൂല്യങ്ങളും ഒക്കെ എന്നും പ്രസക്തമാണ് എന്ന് കാലം കഴിയുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇപ്പൊ 2025 ജപ്പാനിൽ ഒരു പുതിയ നിയമം നടപ്പിലാക്കുകയാണ്. എന്താണ് നിയമം? അവിടുത്തെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി ചെയ്താൽ മതിയെന്ന്. അതെന്തിനാ? അവരോടുള്ള സ്നേഹം കൊണ്ടല്ല. ജപ്പാൻ സർക്കാർ പറയുന്നത് 4 ദിവസം നിങ്ങൾ ജോലി ചെയ്യൂ, ബാക്കിയുള്ള 3 ദിവസവും നിങ്ങൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കണം. നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. കുടുംബം വേണ്ട, സദാചാരം വേണ്ട, ഇഷ്ടമുള്ള ജീവിച്ചോ, ഇഷ്ടമുള്ള ആളുകളെ കൂടെ കുറെ കാലം ജീവിച്ചോ, പിന്നെ ഇഷ്ടമുള്ളവ ഒഴിവാക്കിക്കോ. മാതാവ്, പിതാവ്, പുത്രൻ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഒരു ആവശ്യമുള്ളതല്ലതാ. മനുഷ്യൻ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ രാജ്യങ്ങളിലാണ് നമ്മൾ ഇക്കാണുന്നത്. സർക്കാർ ഔദ്യോഗികമായിട്ട് 4 ദിവസം വർക്കിംഗ് ഡേ, ബാക്കി 3 ദിവസം നിങ്ങൾ കുടുംബത്തോടൊപ്പം താമസിക്കണം. അത് റഷ്യയിൽ നടപ്പിലാക്കുകയാണ്. കുടുംബത്തോടൊപ്പമുള്ള ജീവിത ശൈലി പ്രോത്സാഹിപ്പിക്കുകയാണ്. 2023 അവരത് തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിലും സർക്കാർ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. അവിടെ കുടുംബാസൂത്രണം വളരെ കർശനമായി നടപ്പാക്കിയിട്ട് യുവാക്കളെ കിട്ടാനില്ല, വയസ്സന്മാരായി പോവാണ്. പല രാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. എന്തൊക്കെ പറയുന്നത്, മനുഷ്യൻ സദാചാരങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും ഒക്കെ ഇങ്ങനെ അകന്നു പോകുമ്പോ ഇസ്ലാം മനുഷ്യർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ചിട്ടയായ ഒരു ജീവിതമുണ്ട്. ആ ചിട്ടയായ ജീവിതത്തിലൂടെ മാത്രമേ മനുഷ്യ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നതൊരു സത്യമാണ്. ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് നമ്മൾ ഇസ്ലാമിലൂടെയാണ് പഠിക്കുന്നത്. അതിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ലില്ലാഹി ഇബാദ, തീർച്ചയായും അല്ലാഹുവിന്റെ ചില അടിമകളുണ്ട്, യദിന്നു ബിഹിം അനിൽ ഖത്ലി വയുതീലു അഅമാറഹും, അവരെ അല്ലാഹു രക്തസാക്ഷിയാക്കൂല. അല്ലാഹു രക്തസാക്ഷിയാക്കാതെ എങ്ങനെ അല്ലാഹു വയുതീലു അഅമാറഹും, അവർക്ക് അല്ലാഹു ഇങ്ങനെ കുറേ ആയുസ് കൊടുക്കും. ഫീ ഹുസ്നിൽ അമൽ, എന്തിനാ അല്ലാഹു ആയുസ് കൊടുത്തത്? അവര് നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കും. നല്ല മനുഷ്യന്മാരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്,
ഇതൊരു അനുഗ്രഹമാണ് സഹോദരങ്ങളെ. നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള ആയുസ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ വയുഹസ്സിനു അർസാഖഹും, അള്ളാഹ് അവർക്ക് നല്ല റിസ്ക് കൊടുക്കും. വയുഈദും ഫി ആഫിയ, ആഫിയത്തോടു കൂടി അള്ളാഹ് അവരെ ജീവിപ്പിക്കും. സുഖമായി നടന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് നല്ലത് സംസാരിച്ച് നല്ലത് പറഞ്ഞ് അങ്ങനെ ആഫിയത്തോടു കൂടി അള്ളാഹ് അവരെ ജീവിപ്പിക്കും. എന്നിട്ടോ വയഖ്ബിറു അർവാഹഹും, അവരുടെ റൂഹിനെ അള്ളാഹ് പിടിക്കപ്പോഴാണ് ഫി ആഫിയത്തിൻ അലൽ ഫുർഷ്, അവര് വിരുപ്പ് കടന്നുകൊണ്ട് സുഖമായിട്ട് അവര് മരിക്കും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വയുഅതീഹിം മനാസില ശുഹദാ, അവർക്കും അള്ളാഹ് നൽകുന്നത് എന്താ? ശുഹദാക്കളുടെ പ്രതിഫലമാണ് എന്ന്. ഒരു മനുഷ്യന്റെ നല്ല ജീവിതത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണം. ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും എന്താണ് ഈ ജീവിതം, ഞാൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് എന്റെ ആയുസ് എനിക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത്. ആളുകളൊക്കെ പല രൂപത്തിലും ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തെ എനിക്ക് ഇസ്ലാമികമായി ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഇടക്കിടക്കൊക്കെ മനുഷ്യന്മാരൊന്ന് ചിന്തിക്കണം. മനസ്സിനെ തിളക്കമുള്ളതാക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞ എന്താ? നല്ലൊരു മനസ്സുണ്ടാവുക എന്നതാണ്. നല്ലൊരു മനസ്സുള്ള ഒരു മനുഷ്യനാണ് ഇസ്ലാം, മുസ്ലിം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിഉ, ഒരുമിച്ച് കൂടൂല കേട്ടോ. എവിടെ? ഫീ ജൗഫി അബ്ദിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂടൂല. എന്തൊക്കെ ഒരുമിച്ച് കൂടൂല? മുബാറം ഫീ സബീലില്ലാഹ് വ ഫൈഹു ജഹന്നം. എന്താണ്? സ്വർഗത്തിന്റെ പൊടിപടലങ്ങളും നരകത്തിന്റെ പുകയും ഒരു മുഅ്മിന്റെ മനസ്സിലുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ശുദ്ധമായി വെട്ടിത്തിളങ്ങുന്ന നല്ല ഹൃദയമാണ്. ആ ഹൃദയമുള്ളവനാണ് മുഅ്മിൻ. ആ ഹൃദയമുള്ളവനാണ് അല്ലാഹ് സ്വർഗം നൽകുന്നത്. അങ്ങനെയുള്ളൊരു ഹൃദയം ഉണ്ടാക്കി വെക്കുക എന്നതാണ് നമ്മുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബികളെ, ഇപ്പൊ ഒരാൾ കടന്നു വരും, അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് കേട്ടോ എന്ന്. ഒരു സാധാരണ മനുഷ്യൻ കടന്നു വരുന്നു. അയാൾ വുളു എടുത്തിട്ടുണ്ട്. അയാളുടെ താടിയുടെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. അയാളുടെ ഇടത് കയ്യിൽ അയാൾ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ സഹാബികളൊക്കെ നോക്കി. അയാൾ തിരിച്ചുപോയി. അയാൾ പിറ്റേ ദിവസം റസൂലുള്ള അതേ ആവർത്തിച്ചു. അപ്പോ കടന്നു വരുന്ന അയാൾ തന്നെ. മൂന്നാമത്തെ ദിവസവും ഇയാൾ കടന്നു വന്നു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു. സഹാബികളൊക്കെ നോക്കി, സ്വർഗത്തിന്റെ അവകാശികൾ. ഇത് കണ്ടപ്പോ പ്രമുഖ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അംർ, അദ്ദേഹത്തെ ഒന്ന് പഠിക്കണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ ഇയാൾക്ക് സ്വർഗ്ഗമുണ്ട്. എങ്ങനെയാണ് ഇയാളുടെ നിസ്കാരം, എങ്ങനെയാണ് ഇയാളുടെ ഇബാദത്ത്, എങ്ങനെയാണ് ഇയാളുടെ ജീവിതം എന്നൊന്ന് പഠിക്കണല്ലോ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു ഇദ്ദേഹത്തിന്റെ കൂടെ കൂടി. ഒരു ദിവസം അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അദ്ദേഹം സാധാരണ പോലെ കിടന്നുറങ്ങി. കിടന്നുറങ്ങിയ മനുഷ്യൻ രാത്രി എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടൊന്നുമില്ല. സാധാരണ പോലെ ഫർദ് നിസ്കരിച്ചു. അയാൾ കിടന്നുറങ്ങി. അധികമായ ഇബാദത്തുകളൊന്നും അയാളിലില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു പിറ്റേ ദിവസം അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒപ്പം ഒരു ദിവസം തിന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ നിങ്ങൾ സ്വർഗത്തിന് അവകാശിയാണ് എന്ന്. നിങ്ങളെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം താമസിച്ചു. പക്ഷെ നിങ്ങളിൽ അധിക ഇബാദത്തൊന്നും കാണുന്നില്ലല്ലോ, അധിക ഇബാദത്തൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ നിങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു അംർ അങ്ങനെ തിരിച്ചു പോവാണ്. ആ തിരിച്ചു പോകുമ്പോ ആ മനുഷ്യൻ തിരിച്ചു വിളിച്ചു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ സാധാരണ ചെയ്ത ഫർളുകളും മറ്റു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഒരു കാര്യം കേട്ടോ, നിങ്ങൾ കണ്ടത് മാത്രമല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്റെ മനസ്സിൽ ആരോടും പകയില്ല. എന്റെ മനസ്സിൽ
ആരോടും വെറുപ്പുമില്ല, എന്റെ മനസ്സില് ആരോടും അസൂയയില്ല. നോക്കൂ, ഇതാണ് ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരുപാട് ഇബാദത്ത് ചെയ്ത ആളല്ല അയാള്, പക്ഷെ അയാളുടെ മനസ്സ് ശുദ്ധമാണ്. വെറുപ്പില്ലാത്ത, കലർപ്പില്ലാത്ത, വഞ്ചനയില്ലാത്ത, ആരെയും ചതിക്കണമെന്ന് ചിന്തയില്ലാത്ത, ആരോടും പക വീട്ടണമെന്ന് ചിന്തയില്ലാത്ത, നിഷ്കളങ്കമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടില്ല, ഒരുപാട് ഹജ്ജും ഉംറയും ചെയ്തിട്ടില്ല, പക്ഷേ അയാളുടെ മനസ്സ് ശുദ്ധമാണ്. അയാളുടെ മനസ്സ് സ്വർഗത്തിന് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വർഗത്തിന്റെ അവകാശി എന്ന് പറയുന്നത്. റസൂൽ പറഞ്ഞല്ലോ, മനുഷ്യരെ നിങ്ങളിലേക്ക് അരിച്ചരിച്ച് കയറി വരും. എന്താ ഈ അരിച്ചരിച്ച് കയറി വരിക എന്ന് പറഞ്ഞാൽ? നമ്മുടെ വീടിന്റെ വാതിലല്ലേ, വാതിൽപ്പടി, അവിടെ ഇങ്ങനെ ചെതലിങ്ങനെ വരും. ഒരു ദിവസം നോക്കുമ്പോ ചെറിയൊരു അളവിലുണ്ടാവും, 1 ഇഞ്ച് ഉണ്ടാവുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്ക് അതിങ്ങനെ ചിലപ്പോൾ ഒരു അടിയോടെ എത്തിയിട്ടുണ്ടാകും. നമ്മൾ ഇതൊന്നും നോക്കി നിന്നാൽ കാണൂല. നമ്മൾ അറിയാതെയാണ് അത് അരിച്ചരിച്ച് കയറുന്നത്. അതിനാണ് അറബിയില് ദബ്ബ എന്ന വാക്ക് പ്രയോഗിക്കുക. ദബ്ബ ഇലൈക്കും, നിങ്ങളേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് കയറി വരും. എന്താണ്? ദാഉൽ ഉമം, മറ്റ് സമുദായങ്ങൾക്ക്, സമൂഹങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു അസുഖം നിങ്ങളിലേക്ക് കടന്നു വരും. അൽ ഉമമു ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായ സഹാബികളൊക്കെ നോക്കി, എന്താ അസുഖം? ക്യാൻസർ ആണോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാരകമായ വസൂരിയാണോ? ഇതൊന്നുമല്ല. അൽ ഹസദു വൽ ബാദ, അസൂയയും വെറുപ്പും വിദ്വേഷമൊക്കെയാണ്. ഇത് നിങ്ങളിലേക്ക് അങ്ങനെ അരിച്ചരിച്ച് കടന്നു വരും. നിങ്ങൾ അറിയാതെയാണ് അത് കടന്നു വരിക. അത് നിങ്ങളെ അങ്ങ് മുണ്ടനം ചെയ്ത് കളയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂലു അൽ തഹ്ലിഖു ശഅർ, നിങ്ങൾ തലമുണ്ടനം ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വലാകിൻ അദ്ദീന, നിങ്ങൾ ദീൻ എന്ന് പറയുന്നുണ്ടല്ലോ, മതം എന്ന് പറയുന്ന, ഞാൻ മതവിശ്വാസിയാണ്, ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുന്ന നിങ്ങളുടെ മതല്ലേ, ആ മതത്തെ അങ്ങ് മുണ്ടനം ചെയ്ത് കളയും. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് തന്നെ സത്യം, ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾക്ക് വിശ്വാസം വരുന്നവരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കയറുകട്ടോ. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, പരസ്പരം സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല കേട്ടോ. വിശ്വാസം എന്ത് എന്ന്, വിശ്വാസം എങ്ങനെയാവണം എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യരിലേക്ക് ഒരുപാട് തിന്മകൾ ഇങ്ങനെ കടന്നു വരുമ്പോ ആ തിന്മകളെ കുറിച്ചുള്ള ചിന്തയും ആ തിന്മകൾ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ആലോചനകളും ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മളിലൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ആളുകൾ ചർച്ച ചെയ്യും. നമ്മൾ ഏതാ പറഞ്ഞല്ലോ, ഒരു ന്യൂ ഇയറിന് കുടിച്ചു തീർത്തത് അത്രയും കോടികളാണ് എങ്കിൽ അതിനെക്കുറിച്ച് ആർക്കും ചർച്ച ചെയ്യാനില്ല. കാരണം ഇവിടെ കുന്നുകൂടുന്ന പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നിരന്തരം സർക്കാർ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇവിടെ മഞ്ഞപ്പിത്തം വന്നാൽ അന്ന് ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് എല്ലാ കിണറുകളും പരിശോധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹാരം നിർദ്ദേശിക്കാറുണ്ട്. വ്യാപകമാകുന്ന ക്യാൻസർ രോഗത്തെ തടയിടാനുള്ള വാക്സിൻ റഷ്യയിൽ കണ്ടുപിടിച്ചപ്പോ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആ വാക്സിന്റെ പിന്നാലെ കൂടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഏതൊരു അസുഖം വരുമ്പോഴും ആ അസുഖം വ്യാപകമാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ നടക്കാറുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യരെ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് തിന്മകളില്ലേ, ഒരുപാട് പ്രശ്നങ്ങളില്ലേ. ഏറ്റവും വലിയ പ്രശ്നം മദ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. കേരളത്തിന്റെ ഭൗതികതയെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നിടത്ത് ഈ ഒരു ഇപ്പോ കഴിഞ്ഞ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ 24-25 ഇങ്ങനെ വെടിപൊട്ടിച്ച് മദ്യം കുടിച്ച് ആഘോഷിച്ച് ഒക്കെ 25-നെ വരവേറ്റു. എന്നാൽ 2024 കേരളത്തിലെ ഓരോ ജില്ലകളുടെയും മദ്യത്തിന്റെ ഒരു വർഷം കൊണ്ടുണ്ടായ വർധനവ് എത്രയാണ്? പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, 300%. നമ്മൾ ആലോചിക്കണം, 300% വർദ്ധിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന കേരളം.
അതിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. അതിനെക്കുറിച്ച് ആർക്കും ചർച്ചല്ല, അതിനെക്കുറിച്ച് ചാനൽ ചർച്ചല്ല, അതിനെക്കുറിച്ച് ഭൗതികമായ ചർച്ചയില്ല. വികസനത്തെ കുറിച്ച് ചർച്ച നടക്കും, പലതും നടക്കും. എവിടെയാണ് വിശ്വാസികൾ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും, ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ സംഗതികളും അതൊരു മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകങ്ങൾ മാത്രമാണ് ഇസ്ലാമിന്. അവന്റെ ഭൗതികവും പാരത്രികവുമായ ജീവിതത്തിന് ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് നമ്മളെങ്കിലും, നമ്മളുടെ കുടുംബത്തിലെങ്കിലും, നമ്മളുടെ നാട്ടിലെങ്കിലും, നമ്മളുടെ സമൂഹത്തിലെങ്കിലും അത്തരത്തിലുള്ള തിന്മകളില്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ, എളിയ ശ്രമങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ അനിവാര്യമാണ്. കാലം അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. വരും, ജനങ്ങൾ തിരിച്ചു വരും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും തിരിച്ചു വരും, ഇത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരും. കാലം കഴിയും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു